Hello, welcome to my channel Homemade. ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. കപ്പലിൻ്റെ കൊണ്ടുള്ള കറിയാണ്. ഇത് നമുക്ക് അത്യാവശ്യം വെജിറ്റബിൾസ് ഒന്നും കയ്യിലില്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റുമാണ്. കപ്പലിൻ്റെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ ടേസ്റ്റും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കപ്പലിൻ്റെ എണ്ണയൊന്നും ഇല്ലാതെ വെറുതെ വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 100 ഗ്രാം കപ്പലിൻ്റെ എടുത്തിട്ടുണ്ട്. കപ്പലിൻ്റെ ടേസ്റ്റ് ഒത്തിരി കറിയിൽ വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒരു 50 ഗ്രാം, ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. ഇതൊന്ന് നന്നായിട്ട് വറുത്ത് പാകമായി വരുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിൽ. കപ്പലിൻ്റെ പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 വലിയ സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അല്പം ഉപ്പും ചേർത്ത് ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ചെടുത്തത്. ഞാൻ ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല, കുറച്ചൊന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വാടി കഴിയുമ്പോഴേക്കും നമുക്ക് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് മുളക് പൊടി, ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ വേറെ പച്ചമുളകോ കുരുമുളകോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ മുളക് പൊടി എത്രയാണോ വേണ്ടത് എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് നേരം ഇത് മൂടി വെച്ച് വേവിക്കാം. സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഗ്രേവിക്ക് ആവശ്യമായുള്ളത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കുറച്ച് കൂടുതൽ ചേർക്കണം, കാരണം കപ്പലണ്ടി അതിൽ കിടന്ന് വെന്ത് വരുമ്പോഴേക്കും ഒന്ന് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമ്മൾ എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ ആദ്യം 1 കപ്പ് ഒഴിച്ചു, ഇപ്പോൾ ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല ലൂസായിട്ട് തന്നെ ഇപ്പോൾ ഇരിക്കട്ടെ. ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരു 3 മിനിറ്റ് കൂടെ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ എല്ലാം കൂടെ കപ്പലണ്ടിയായിട്ട് നന്നായിട്ട് ചേർന്ന് വരും. കപ്പലണ്ടിയിലെ എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വരും. നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ചേർത്തിട്ടുള്ളൂ. കപ്പലണ്ടിയിൽ നിന്ന് തന്നെ എണ്ണ കുറച്ച് തെളിഞ്ഞു വരും. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും എണ്ണ തെളിഞ്ഞു വരും. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് തുറന്ന് വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്ത് നമുക്ക് ചൂടോടെ തന്നെ ഉപയോഗിക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ബ്രെഡിനും നന്നായിട്ട് ചേരുന്ന ഒരു സൈഡ് ഡിഷാണിത്.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.